സാധനങ്ങളൊക്കെ ഡോക്ടർ ഹാരിസ് മുക്കിയെന്ന്. എന്നിട്ട് പെട്ടെന്നൊരു കോള് വരുന്നുണ്ട്. കോള് വന്നതിന് ശേഷം പെട്ടെന്ന് പ്രസ്താവനകളൊക്കെ മാറ്റിയിട്ട് വേറെ നാളെ പറയാമെന്നുള്ള രീതിയിൽ വെള്ളം കുടിച്ചിട്ട് എണീറ്റ് പോകുന്നൊരവസ്ഥയൊക്കെ നമ്മൾ കണ്ടത്. ഇവനൊക്കെ ഏതവനാണ്? ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റിലിരിക്കുന്ന പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ ആരാണ്? ഇവൻ്റെയൊക്കെ വിചാരം എന്താണ്? ഒരു സാധനം അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഹാരിസ് ഒരു കത്ത് കൊടുത്തിട്ട് അതവിടെ കിട്ടിയിട്ടില്ല, ഡോക്ടർ ഹാരിസ് കുറ്റവാളിയാണെന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന നിനക്കൊക്കെ എന്തെങ്കിലും യോഗ്യതയുണ്ടോടാ? ആ ഒരു പൊസിഷനിൽ ഇരിക്കാൻ നിനക്കൊക്കെ എന്തെങ്കിലും അർഹതയുണ്ടോ? ഇപ്പോൾ ഇവന്മാരെല്ലാം കൂടി അടങ്ങുന്ന ഒരു സംഘടനയുടെ ഗ്രൂപ്പിൽ നിന്ന് ഈ പറയുന്ന പ്രിൻസിപ്പലിനെ അതേപോലെ ആ സ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിലുള്ളവരെയൊക്കെ റിമൂവ് ചെയ്തു എന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഡോക്ടർ ഹാരിസ് ഒരു മെസ്സേജും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതായത് കൂടെ നിന്നില്ലെങ്കിലും കുഴപ്പമില്ലെങ്കിലും ഉപദ്രവിക്കരുതായിരുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ കടുത്ത മാനസിക സംഘർഷത്തിലുള്ള അതിൻ്റെ വിഷമകരമായിട്ടുള്ളൊരു കുറിപ്പ് അദ്ദേഹം ആ വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ചതിന് ശേഷമാണ് അദ്ദേഹം അതിനെപ്പറ്റി സംസാരിച്ചതെന്നാണ് അറിയാൻ സാധിച്ചത്. അദ്ദേഹം വിങ്ങിപ്പൊട്ടി കരയുന്നതെല്ലാം നമ്മൾ കണ്ടാണല്ലേ. നമ്മുടെ നാട്ടിലൊരു കൊള്ളരുതായ്മ നടക്കുമ്പോൾ അല്ലെങ്കിൽ ആ ആശുപത്രിയിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇല്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞതിൻ്റെ പേരിൽ അവിടെ സാധനങ്ങൾ വന്നപ്പോഴും അദ്ദേഹത്തിനെ വേട്ടയാടാൻ